അതിർത്തി പാളയത്തിൽ ചീറിപ്പാഞ്ഞു വരുന്ന വെടികുണ്ടകൾക്ക് മുന്നിൽ ധീരമായി വെരുമാറുകാട്ടി വിജയം കൈവരിച്ചെടുക്കുന്ന ഒരു പട്ടാളക്കാരൻ, സോൾജിയർ, ജവാൻ, സൈനികൻ. അദ്ദേഹം എന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ പരാജയപ്പെടുത്തി. ഇന്ന് എൻ്റെ അനാവശ്യ മെതത്തിലെ കുതിരയെ കീഴടക്കി സ്വർണവുമായി മടങ്ങിപ്പോകുന്ന ആരാണ് നമുക്ക് നോക്കാം. യെസ്, യു നോ വൈ ഐ ഹാവ് എക്സ്ട്രാ ബോണസ്. യു സെഡ് ഡോണ്ട് എവർ ലൈൻ ഫോർഗെറ്റ് ദാറ്റ് ഇൻ അനാവശ്യ മേധം. കം ഓൺ. അനാവശ്യ മേധത്തിൽ പങ്കെടുക്കാൻ വന്ന ഇദ്ദേഹത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ പ്രോഗ്രാമിലേക്ക്. ആദ്യത്തെ സൂചനാ ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നു. കിട്ടുന്നതിന് മുമ്പ് വിശ്രമമില്ലായ്മ, കിട്ടിക്കഴിഞ്ഞാൽ പരിപൂർണ വിശ്രമം. എന്താണത്? സർക്കാർ ജോലി. വളരെ കറക്റ്റ് ആൻസർ. ഓക്കെ, തുടങ്ങാം നമുക്ക്. താങ്കൾ അനാവശ്യമേധം കാണാറുണ്ടോ? പിന്നെ ഒരുപാട് കാണാറുണ്ട്. എന്താണ് അഭിപ്രായം? വളരെ നല്ല ബോർ പരിപാടിയാണ്. ജോറ് പരിപാടിയാന്ന് പറയരുത്. ഓക്കെ, എന്താണ് താങ്കളുടെ ഹോബി? എൻ്റെ ഹോബി ക്രിക്കറ്റ്. ക്രിക്കറ്റ്. അതെ. ക്രിക്കറ്റ് കളി താങ്കൾ ബാറ്റ്സ്മാനാണോ ബൗളറാണോ? ഞാൻ ബാറ്റ്സ്മാനാണ്. ബാറ്റ്സ്മാനാണ്. അതെ. അപ്പോൾ ഒരുപാട് റൺസുകൾ അടിച്ചു കൂട്ടാറുണ്ട് അല്ലേ? ഒരുപാട് റൺസ് ഒന്നും അടിക്കാറില്ല. പിന്നെ ഉള്ളി 6 and 4 അത്രേ ഉള്ളൂ. അതെന്താ 6ഉം 4ഉം മാത്രം അടിക്കുന്നത്, സിംഗിൾസ് ഒന്നും എടുക്കാത്തത്? നമ്മളെന്തിനാ വെറുതെ ഈ സിംഗിൾസ് ഒക്കെ അടിച്ച് ഫീൽഡേഴ്സിനിട്ട് ഓടിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? അവർ പിന്നെ ടയേർഡായിട്ട് ഡ്രിങ്ക്സ് കഴിക്കാൻ പോയി പിന്നെ ടൈം ലാഗ് ആവും. അതാണ് സംഭവം. ഓക്കെ, ഭാവിയിൽ നല്ലൊരു ബാറ്റ്സ്മാൻ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സിനിമകൾ കാണാറുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ കാണാറുണ്ട്. ആരെയാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് മോഹൻലാലിനെ. മോഹൻലാൽ എനിക്കും ഇഷ്ടമാണ്, ഇവർക്ക് ഇഷ്ടമാണ്. മോഹൻലാലിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിന്നാരം ഉള്ളടക്കം, താളവട്ടം, പടയോട്ടം, കുഞ്ഞാറ്റക്കളികൾ, കൂടെ കൂടുന്നടി, വിഷ്ണുലോകം, മൂന്നിട്ട് അസുമത്ര വിളിക്കുന്നു, അമൃതങ്ങമയ, ആട്ടക്കലാശം, ചെപ്പുകിൽ സ്പടിയം, കമലതളം, തേൻവാങ്ങോപത്ത്, രാജാവിൻ്റെ മേൽ 22 നഖം, അത് അങ്കിൾ ഉണ്ണികളോർ പറഞ്ഞ നാടോടിക്ക് ടക്കരക്കര പട്ടണപ്രവേശം, അങ്ങനെ പോകുന്നു മോഹൻലാൽ. താങ്കൾ മോഹൻലാൽ അവസാനം കണ്ട ചിത്രമാണ് പട്ടാളം. അപ്പോൾ മോഹൻലാലിനെ അറിയാവുന്ന വ്യക്തിയാണ്. എനിക്ക് ശരിക്കും അറിയാം. ഓക്കെ, എന്താണ് താങ്കളുടെ പേര്? എൻ്റെ പേര് പെറ്റ്സൺ. വളരെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം ചോദിച്ചാൽ പെറ്റ്സൺ എന്നോട് പേഴ്സണലായിട്ട് മറുപടി പറയുമോ? പറയാം. പെറ്റ്സൺ എന്ന് പേരിടാൻ കാര്യം എന്താണ്? അങ്ങനെ പെറ്റ്സൺ എന്ന് പേരിടാൻ കാര്യം എന്താണ്? അതായത് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ വിവാഹം കഴിച്ചതിന് ശേഷം വളരെ പെട്ടെന്നാണ് ഞാനുണ്ടായത്. അതുകൊണ്ടാണ് പെറ്റ്സൺ എന്ന് പേരിട്ടത്. ഒരു പക്ഷേ താങ്കളുടെ അച്ഛൻ്റെ അമ്മയെ വിവാഹത്തിന് ശേഷം താങ്കൾ വളരെ താമസിച്ചാണ് ജനിച്ചതെങ്കിൽ താങ്കൾക്ക് എന്ത് പേരിട്ടേ? താമസം നിട്ടനെ. അത് കൊള്ളാമല്ലേ? താമസം എന്ന വാക്കിൻ്റെ അർത്ഥം തിരക്കി ഞാൻ ഒരുപാട് ഡിക്ഷണറികൾ അലകുണ്ടായി. താമസം എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തന്ന പെറ്റ്സനെ നമുക്ക് സ്വാഗതം ചെയ്യാം അനാവശ്യ മേധത്തിലേക്ക്. മിസ്റ്റർ പെറ്റ്സൺ, എവിടാണ് വീട്? എൻ്റെ വീട് കൊച്ചിൻ. കൊച്ചു കണ്ടവൻ അച്ഛൻ വേണ്ട, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, അമ്പലപ്പുഴ വേല കണ്ടവന് അമ്മയും വേണ്ടാകുന്നൊരു ചൊല്ലുണ്ട്. ഇതൊക്കെ എന്തിനാ ഇവിടെ പറയണത്? എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് വിചാരിക്കും? ജീവിക്കണമല്ലേ അല്ലേ? കൊച്ചിയിൽ എവിടാണ്? കൊച്ചി കളമശ്ശേരി. ചെറുശ്ശേരി, തലശ്ശേരി, കോഴഞ്ചേരി, ചങ്ങനാശ്ശേരി, കളമശ്ശേരി. ഇത് ശരിയാണോ പെറ്റ്സൺ? അതൊക്കെ ശരിയാണ്, പക്ഷെ ഈ പറഞ്ഞത് അത്ര ശരിയല്ല. അപ്പോൾ കൊച്ചി ജനിച്ച കളമശ്ശേരിക്കാരനായ വളരെ പെട്ടെന്ന് ജനിച്ചുകൊണ്ട് പെറ്റ്സൺ എന്ന് പേരിട്ട വളരെ താമസം ജനിച്ചിരുന്ന താമസം എന്ന് പേരായിരുന്ന ഇദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം അനാവശ്യ മേധത്തിലേക്ക്. ഓക്കെ സാർ, ഇറ്റ്സ് അപ്രൂവ്ഡ്. എവിടെ പോയിരിക്കായിരുന്നു? എന്റെ കൂടെ വന്നിട്ട് നീ എവിടെ പോയിരിക്കായിരുന്നു? ചായ കുടിച്ചോണ്ടിരിക്കുക. സാറ് വിളിച്ചു കേട്ടില്ലേ? സാറ് സപ്രൂ. അല്ല, ഞാനിവിടെ അപ്രൂവ്ഡ് ആയെന്ന് ചോദിച്ചാ. അപ്രൂവ്ഡ് ആയെന്ന് ചോദിച്ചാ. സപ്രൂവിനെ വിളിച്ചല്ലേ? ഇതാ കൂട്ടുകാരനാ. സപ്രൂവിനെ ചോദിച്ചല്ലേ? അല്ലല്ല, പൊയ്ക്കോളാൻ. പൊയ്ക്കൊന്നാണ് ടി വി വരുന്നതാണ്. ഇതൊക്കെ ടി വി വരുന്ന പരിപാടിയാണ്. എടാ ഒന്ന് പോടാ. കുറച്ച് കഴിയുമ്പോൾ പുള്ളി സാറ് അവസരം തരുമെന്ന്. സാറേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഇനി ഒരു ഉത്തരം പറഞ്ഞിട്ട് വന്നാൽ മതി. സപ്രൂ ഇവിടെ കാണണേ, എങ്ങും പോവില്ലേ?